നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ഇൻഡസ് വിവ ബിസിനസ് വിശ്വസിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ആദ്യത്തെ പോയിന്റ് ഈ കമ്പനിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശരിയാണോ അല്ലയോ? എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ കമ്പനിയെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒരു 2000 രൂപ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അയാളോട് പറയാ, ഈ കമ്പനിയെ പറ്റി പഠിച്ച് എനിക്ക് ഈ കമ്പനിയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരു റിപ്പോർട്ട് തരണം എന്ന് അയാളോട് പറയുക. നിങ്ങളുടെ നാട്ടിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ടാൽ മതി. അയാൾക്ക് ഒരു 2000 രൂപ ഫീസ് കൊടുക്കുക. എന്നിട്ട് പറയാ, ഞാൻ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് ലൈഫ് ടൈം പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ ഒരു 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്റെ പണം നഷ്ടപ്പെടും, ഈ കമ്പനി അവിടെ കാണുന്നു, നിങ്ങളൊന്ന് പഠിച്ചിട്ട് പറയണം. അയാൾ പറയാണ്, ഈ കമ്പനിയെ വിശ്വസിക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അയാൾ പറയാ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അയാളോട് പറയണം, അത് എഴുതി തരാൻ പറയണം, അത് നമ്മളെ ഒന്ന് കാണിക്കണം. കാരണം അയാൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് അതിനകത്ത് അയാൾ എഴുതിയിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞ് വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ശരിയാണോ അല്ലേ? നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആരോട് ചോദിക്കുന്നു?